അഖിൽ മാരാറിന്റെ സ്റ്റേറ്റ്മെന്റിൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യം അതുകൂടെയാണ്. ഇവിടെ ഒരു പെണ്ണ് പ്രഗ്നന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മ അപ്പൊ അയ്യോ എന്റെ മോള് എന്തോ മാരക രോഗം കണക്കാ പ്രഗ്നൻസിയെ കാണുന്നത്. ഇപ്പൊ പ്രസവിച്ചു കഴിഞ്ഞിട്ട് പോയി 2 കിലോ അരി ഇടിച്ചു എന്നുള്ളതാണ്. ആ സ്ത്രീ അവള് പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചോളൂ. ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു നറേറ്റീവ് ആണല്ലേ. ലേബർ റൂമിന്റെ അടുത്തൂടെ പോയിട്ടുള്ള ആരും ഒരിക്കലും പറയത്തില്ല ലേബർ എന്ന് പറയുന്നത് എൻജോയ് ചെയ്തൊരു കാര്യമാണ്. സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ, വളരെ ഒരു ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഒരു വലിയൊരു പ്രോസസ്സിനെ അങ്ങ് നിസ്സാരവൽക്കരിച്ച് കളയാണ്. ഏറ്റവും കൂടിയ ഒരു പെയിനാണ് ലേബർ പെയിൻ എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഫാക്റ്റ് ആണ്. അപ്പോൾ അതിനുവേണ്ടി മദർ പുഷ് ചെയ്യുന്നു. അപ്പം മദറിന് ആ സമയത്തുണ്ടാകുന്ന പെയിന്, ആ ബുദ്ധിമുട്ടുകൾ, അതിനെയൊന്നും നിസ്സാരവൽക്കരിക്കുക എന്ന് പറയുന്നത് അത് അതിലും വലിയൊരു തെറ്റില്ല. 100 പേരിൽ 20 പേര് സർവൈവ് ചെയ്തെങ്കിൽ മരിച്ചുപോയ അല്ലെങ്കിൽ ഇത് കാരണം ബുദ്ധിമുട്ടിയ ഒരു 80 പേര് കാണും. അവരുടെ അവസ്ഥ ആ സമയത്ത് കെയർ ഉണ്ടെങ്കിൽ തന്നെ അതിനോട് ആക്സസ് ഇല്ല. അത് കാരണം എത്രയോ പേരുടെ ജീവൻ പോയിട്ടുണ്ടാവാം. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ജീവനുകളുണ്ട്, അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും. അതിനെ നമ്മൾ അങ്ങ് അവരുടെ ആ ജീവനെ പോയതിനെ പുച്ഛിക്കുന്നതിനും തുല്യമാണ്. ഇത് എൻജോയ് ചെയ്ത് ഇങ്ങനെ അങ്ങ് പ്രസവിച്ചാൽ പോരെ എന്ന് പറയുമ്പോൾ അവർക്ക് എന്ത് തോന്നും? ഇത് തന്നെയല്ലേ ഞാനും ആലോചിച്ചോണ്ടിരുന്നത്. അപ്പൊ പിന്നെ എന്റെ വൈഫിന്റെ പ്രസവം അങ്ങ് വീട്ടിൽ വെച്ച് ആകാം എന്ന് തീരുമാനിക്കുന്ന ഒരാൾ അങ്ങനെ തീരുമാനിച്ചാൽ പോലും അത് ഡേഞ്ചറസ് അല്ലേ. ഹോം ബർത്തുകൾ അല്ലെങ്കിൽ ഹോം ഡെലിവറികൾ ഇത് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തേക്കാം. പ്രിവിലേജ് ആയതുകൊണ്ടാണ് ഇങ്ങനെ അൺനെസസറി ആയിട്ടുള്ള ടോക്സ് വരുന്നത്. അഖിൽ മാരാർ എന്ന ഇൻഫ്ലുവൻസർ ഈയിടെ സോഷ്യൽ മീഡിയയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. അതായത് ഡെലിവറി, പോസ്റ്റ്മോർട്ടം ഒക്കെ വളരെ നിസ്സാരമാണ്. ഒരു പ്രസവം കഴിഞ്ഞ് നേരെ പോയി 2 കിലോ അരി ഇടിച്ച് ജോലി ചെയ്യാമെന്നാണ് ആ ഇൻഫ്ലുവൻസറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് സോഷ്യൽ മീഡിയയിലും ആളുകളുടെ ഇടയിലും ഒക്കെ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഇതൊരു പഴയ കാലത്തെ തെറ്റിദ്ധാരണകളെയും കൂടെയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ പഴയ കാലത്ത് ഒരുപാട് ആളുകൾ ഇത് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് കേട്ടിട്ടുണ്ടാവാം. അത് ശരിക്കും ഒരു തെറ്റിദ്ധാരണയായിരുന്നു. അത് ഈ കാലത്ത് അഖിൽ മാരാരെ പോലെ ഒരുപാട് ഫാൻ ഫോളോയിങ്ങും ഒരു ഇൻഫ്ലുവൻസർ ലെവലിൽ നിൽക്കുന്ന ആൾ പറഞ്ഞപ്പോഴത്തേനും അതിൻ്റെ ദോഷവശങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് നമുക്ക് എക്സ്പേർട്സിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സൈമറിലും അതേപോലെ ബർത്ത് വില്ലേജിലും ഗൈനക്കായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് ഡോക്ടർ ഗൗരി ശങ്കർ ആണ്. വെൽക്കം ടു ദി ഷോ. ഹലോ ഡോക്ടർ. ഇപ്പോൾ കേരളത്തിൽ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും, അതായത് റീൽസിലൊക്കെ ഒരുപാട് വരുന്നുണ്ട് അഖിൽ മാരാറുടെ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് പണ്ട് കാലത്ത് പ്രസവിച്ച് കഴിഞ്ഞിട്ട് പോയി 2 കിലോ അരി ഇടിച്ചുകൊണ്ടിരുന്ന അത്ര നിസ്സാരമായിട്ട് സ്ത്രീകൾ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ് ഇപ്പം ഡോക്ടേഴ്സും ഹോസ്പിറ്റൽസും കൂടെ ചേർന്ന് സ്ത്രീകളിലൊരു ഭീതി ഉണ്ടാക്കി അവരെ പേടിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്നാണ് അഖിൽ മാരാറുടെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ആസ് എ ഗൈനക്കോളജിസ്റ്റ് അത് കേട്ടപ്പോൾ ഡോക്ടറിന് എന്താ തോന്നിയത്? എനിക്ക് ആദ്യം കേട്ടപ്പം പുള്ളി ഇത്ര ഭയങ്കര സിമ്പിളായിട്ട് പറയുന്നല്ലോ എന്ന് തോന്നി. പിന്നെ നമ്മളൊന്നും ആലോചിക്കുമ്പോൾ ഇതൊരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു നറേറ്റീവ് ആണല്ലേ. പുള്ളി വന്നിട്ട് ഈ പ്രസവം എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ്, ഭയങ്കര സിമ്പിളായി നടക്കുന്ന കാര്യമാണ്, എൻജോയ് ചെയ്യേണ്ട കാര്യം എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ഒരു ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഒരു വലിയൊരു പ്രോസസ്സിനെ അങ്ങ് നിസ്സാരവൽക്കരിച്ച് കളയാണ്. അപ്പം ഇതൊരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു നറേറ്റീവ്, ഒരു ട്രെൻഡിന് വഴിതെളിക്കുന്ന രീതിയിലെ ഒരു രീതിയിലെ സംസാരമാണത്. ഒന്നാമത്തെ കാര്യം, ഈ ലേബർ പെയിൻ എന്ന് പറയുന്നത് ലേബർ റൂമിൻ്റെ അടുത്തൂടെ പോയിട്ടുള്ള ആരും ഒരിക്കലും പറയത്തില്ല ലേബർ എന്ന് പറയുന്നത് എൻജോയ് ചെയ്തൊരു കാര്യമാണ്. ശരിയാണ്, ലേബറിന് ശേഷം ഒരു കുട്ടി വരുന്നു, ഒരു അമ്മയാവുന്നു എന്നൊക്കെ ഉള്ളത് ഭയങ്കര സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. പക്ഷെ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ പെയിൻ സ്കെയിൽസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ഏറ്റവും കൂടിയ ഒരു പെയിനാണ് ലേബർ പെയിൻ എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഫാക്റ്റ് ആണ്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഉള്ളിൽ ഒരു ഓർഗൻ, ഒരു യൂട്രസ് എന്ന് പറയുന്ന ഒരു മസിൽസിന്റെ ഒരു ബാഗാണത്. ആ മസിൽ ബാഗ് മൊത്തം ഒരേ സമയം കോൺട്രാക്ട് ചെയ്യാണ്. അതേസമയം ആ ഗർഭാശയ മുഖം അല്ലെങ്കിൽ സെർവിക്സ് തുറന്നു വരുന്നു. ഈ ഒരു സ്ഥലത്തിൽ കൂടെ, ഈ കോൺട്രാക്ഷൻസിന്റെ ഇടയിൽ കൂടെ കുഞ്ഞ് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ അതിനുവേണ്ടി മദർ പുഷ് ചെയ്യുന്നു. അപ്പം മദറിന് ആ സമയത്തുണ്ടാകുന്ന പെയിന്, ആ ബുദ്ധിമുട്ടുകൾ, അതിനെയൊന്നും നിസ്സാരവൽക്കരിക്കുക എന്ന് പറയുന്നത് അതിലും വലിയൊരു തെറ്റില്ല. പുള്ളി പറയുന്നത് പുള്ളി മാതൃത്വത്തെയും അല്ല അമ്മയാവുന്നതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അതിന് കോൺട്രഡിക്ടറി ആണ് എല്ലാ രീതിയിലും. കാര്യം നമ്മൾ എപ്പിഡ്യൂറൽ എടുക്കുന്ന കാര്യം പറയാറുണ്ട്, പലതും പറയാറുണ്ടെങ്കിൽ പോലും ലേബറിന്റെ സമയത്തെ പെയിൻ, ആ സമയത്തെ ആ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിസ്ക്രൈബിൾ. അത് ഞാൻ ഇത്രയും പറയുന്നു. അപ്പം അനുഭവിച്ച ആൾക്കാർക്ക് എന്തോരം. എനിക്ക് ഒരു അമ്മ എന്നുള്ള നിലയിൽ എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സെഗ്മെന്റ് ഇത്ര പെട്ടെന്ന് കൊണ്ടുവരണമെന്ന് എനിക്ക് തോന്നിയത്. പക്ഷെ ഡോക്ടർ, എനിക്കൊരു ഫീൽ ചെയ്തൊരു കാര്യം എന്താ പറയുക, അഖിൽ മാരാർ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതേ പണ്ടിപ്പം എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ അമ്മും, അതായത് ഇപ്പം നമ്മുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ ജനറേഷനിലുള്ളവരുടെ ഒരു സംസാരമായിട്ട് എനിക്ക് തോന്നി. അതായത്
പുള്ളി കേട്ട് വളർന്നൊരു കാര്യം അതുപോലെ വന്ന് ഈ ഒരു ജനറേഷനിൽ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ വീട്ടിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പഴയ നമ്മുടെ അമ്മൂമ്മമാരുടെ ജനറേഷനിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങൾ ജോലി ചെയ്തോണ്ട് നിന്നപ്പം പ്രസവവേദന വന്ന് പ്രസവിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും അതിനൊരു ഭീകര അന്നത്തെ കാലങ്ങളുടെ വ്യത്യാസമല്ല. കാരണം ഇത് പറയുന്ന അമ്മൂമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛനുണ്ടായ സമയത്ത് അച്ഛൻ വളരെ വീക്കായിരുന്നു കുഞ്ഞ്, അതായത് മരിച്ചു പോകും എന്ന് കരുതിയിട്ട് ഒരു സൈഡിൽ മാറ്റിയിട്ടേക്കും. അപ്പൊ അന്നത്തെ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ അഭാവം ഒക്കെ അല്ലേ കാണിക്കുന്നത്. നമ്മൾ ഈ ഇങ്ങനത്തെ ടോക്സിന്റെ അല്ലെങ്കിൽ ഒരു നൊസ്റ്റാൾജിയ വെച്ചിട്ട് ഈ പറയുന്നതിന്റെ പ്രശ്നം സർവൈവർഷിപ്പ് ബയസ് എന്ന് പറയുന്ന ഒരു ബയസ് ഉണ്ട്. ബേസിക്കലി അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കേൾക്കുന്ന കഥകളും അല്ലെങ്കിൽ നമ്മളോട് ഈ സംസാരിക്കുന്ന ആൾക്കാരെല്ലാം ഇത് സർവൈവ് ചെയ്ത് വന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരിക്കലും 100 പേരിൽ 20 പേര് സർവൈവ് ചെയ്തെങ്കിൽ മരിച്ചുപോയ അല്ലെങ്കിൽ ഇത് കാരണം ബുദ്ധിമുട്ടിയ ഒരു 80 പേര് കാണും. ഇപ്പോൾ ഈ പ്രഗ്നൻസി റിലേറ്റഡ് എന്തോരം കോംപ്ലിക്കേഷൻസ് ആണ്. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ഡെലിവറിക്ക് ശേഷമുള്ള ബ്ലീഡിങ്, അല്ലെങ്കിൽ കുഞ്ഞിന് പുറത്തേക്ക് വരാൻ പറ്റാതെ ഒബ്സ്ട്രക്റ്റ് ആയി പോവുക, അല്ലെങ്കിൽ ഈ പ്രഗ്നൻസി സമയത്ത് BP വരും. BP ഭയങ്കരമായിട്ട് കൂടിയിട്ട് സീഷേഴ്സ് വരും, ജന്നി വരുന്ന പോലെ ഭയങ്കരമായിട്ട് വരും. അത് കാരണം ബ്രെയിനിൽ ഹെമറേജ് വരാം, അത് കാരണം സ്ട്രോക്ക് വരാം, അത് കാരണം വേറെ ഇഷ്യൂസ് വരാം. അങ്ങനെ ഒരു വലിയ സെറ്റ് ഓഫ് കോംപ്ലിക്കേഷൻസ് അസോസിയേറ്റഡ് ആണ് ലേബറുമായിട്ട്. അപ്പോൾ പണ്ട് കാലത്ത് ഇതിനോട് കെയറിനോട് ആക്സസ് ഇല്ല, അവരുടെ അവസ്ഥയാണത്. അവരുടെ അവസ്ഥ ആ സമയത്ത് കെയർ ഇല്ല, കെയർ ഉണ്ടെങ്കിൽ തന്നെ അതിനോട് ആക്സസ് ഇല്ല. അത് കാരണം എത്രയോ പേരുടെ ജീവൻ പോയിട്ടുണ്ടാവാം. അപ്പൊ ഇതൊക്കെ എങ്ങനെയോ തരണം ചെയ്ത് വന്നവര് ആളുകളുടെ വർത്തമാനം. എക്സാക്ട്ലി അതാണ് ഈ പറയുന്ന സർവൈവർഷിപ്പ് ബയസ്. അപ്പൊ അതാണ് ഈ ഒരു നൊസ്റ്റാൾജിയ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ പറയുന്ന നാച്ചുറൽ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് നമ്മുടെ ഒരു പോക്ക് അങ്ങനെ പറയുന്നതിന്റെ മെയിൻ പ്രശ്നം അതാണ്. പക്ഷേ അവിടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ജീവനുകളുണ്ട്, അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും. അതിനെ നമ്മൾ അങ്ങ് അവരുടെ ആ ജീവനെ പോയതിനെ പുച്ഛിക്കുന്നതിനും തുല്യമാണ് അങ്ങനെ പറയുന്നത്. ശരിക്കും അഖിൽ മാരാര് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടത്തെ ആളുകൾക്ക് ഒന്നാമത്തെ കാര്യം ഇത്രയും ടെക്നോളജി ഇല്ല, ഹോസ്പിറ്റൽസ് കുറവാണ്, അവയർനെസ് ഇല്ല, അതൊന്ന്. രണ്ടാമത്തെ കാര്യം ഡോക്ടർ പറഞ്ഞ പോലെ ഇതുകൊണ്ട് മരിച്ചുപോയ ആളുകളെ നമ്മൾ ആരും അറിയുന്നില്ല. സർവൈവ് ചെയ്ത ആളുകളുടെ ഡയലോഗ് പുള്ളി അതുപോലെ പറയുക ചെയ്തത്. ശരിക്കും ഡോക്ടർ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അന്നത്തെ കാലത്തെ പുള്ളി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, പ്രസവിച്ച് കഴിഞ്ഞിട്ട് പോയി 2 കിലോ അരി ഇടിച്ചു എന്നുള്ളതാണ്. അതും ശരിക്കും ഒരു തരത്തിലൊരു സർവൈവ്. അന്നത്തെ കാലത്ത് വേറെ ഓപ്ഷൻ ഇല്ല, അവരുടെ അവസ്ഥയാണ് അതല്ലേ. ഒരു വീട്ടിൽ തന്നെ എത്രയോ മെമ്പേഴ്സ് കാണും, ഇവരെ നോക്കാൻ ആള് കാണില്ല, ഇവര് ചെന്നിട്ട് വേണം ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ നോക്കാൻ. അപ്പൊ അവരുടെ ആ ഒരു ബുദ്ധിമുട്ടിനെ ആ അവസ്ഥയും നമ്മളിപ്പോ ഗ്ലോറിഫൈ ചെയ്ത് പറയാം. പക്ഷെ അത് അവരുടെ ബുദ്ധിമുട്ടുകളും ആ സമയത്തെ ഒരു കണ്ടീഷനുമാണത്. അപ്പം ആസ് എ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് ഒരു പ്രഗ്നന്റ് ആവുന്ന ഒരു ലേഡി ശരിക്കും ഈ ഒരു 9 months അല്ലെങ്കിൽ 36 weeks ആണല്ലോ ഐഡിയൽ നമ്മൾ പറയുന്നത്, ആ ത്രൂ ഔട്ട് ടൈമിലും കെയർ വേണ്ട, അല്ലെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? ഇത്ര നിസ്സാരമായിട്ട് പ്രഗ്നൻസിയെ കാണുന്നതാണല്ലോ ഇപ്പൊ പറഞ്ഞു വെക്കുന്നത്. അത് ഒരാളുടെ സ്റ്റേറ്റ്മെന്റ് ആണ്, അതിനെ കോൺട്രഡിക്ട് ചെയ്ത് ഒത്തിരി പേര് വന്നു എന്നുള്ളത് വേറൊരു വലിയ കാര്യം. പക്ഷെ എന്നാൽ പോലും പുള്ളി പറഞ്ഞതുപോലെ ആ ഒരു ഡെലിവറി മാത്രമല്ല, ഈ 9 months നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളില്ലേ ഉണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് ഷോർട്ടായിട്ട് പറഞ്ഞു തരാൻ പറ്റുമോ? നമ്മൾ ഈ 9 months എന്ന് പറഞ്ഞാലും ഐഡിയലി 42 weeks ആണ്. 42 weeks എന്ന് പറയുമ്പോൾ ഏകദേശം 10 months അടുത്തോളം വരും. നമ്മളതിനെ 3 ട്രൈമസ്റ്റേഴ്സ് ആയിട്ട് തിരിക്കും. 14 ആഴ്ച വെച്ചുള്ള 3 ട്രൈമസ്റ്റേഴ്സ്. ഇതിൽ ഓരോ ട്രൈമസ്റ്ററിലും ഓരോ രീതിയിലെ ചലഞ്ചസും ഓരോ രീതിയിലെ പോസിബിൾ കോംപ്ലിക്കേഷൻസും ഉണ്ട്. അപ്പം നമ്മൾ ഐഡിയലി ഓരോ ട്രൈമസ്റ്ററിനും അതിൻ്റെ രീതിയിലെ വേണ്ട രീതിയിലെ ടെസ്റ്റുകളുണ്ട്, വേണ്ട രീതിയിലെ സ്കാനുകളുണ്ട്, വേണ്ട രീതിയിലെ ഫോളോ അപ്പുകളുണ്ട്. അപ്പം എപ്പോഴും പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ തന്നെ ഒന്ന് ഡോക്ടറെ പോയി കാണണം. കാര്യം നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട കുറേ ടെസ്റ്റുകളുണ്ട്. ഇപ്പം ബേസിക്കലി തൈറോയിഡ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ന്യൂട്രീഷണൽ ടെസ്റ്റുകൾ കാണാം. അപ്പോൾ ഈ സപ്ലിമെന്റ്സ് എന്തൊക്കെ തുടങ്ങണം, അല്ലെങ്കിൽ തൈറോയിഡൊക്കെ താമസിച്ച് തുടങ്ങി കഴിഞ്ഞാൽ കുഞ്ഞിന് ചില ബുദ്ധിമുട്ടുകൾ വരാം. അപ്പോൾ ഏറ്റവും നേരത്തെ ചെക്ക് ചെയ്ത് അത് കറക്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അത് തുടങ്ങുക. പിന്നെ ഒരു ഇനിഷ്യലി ഒരു 6 weeks 7 weeks ആകുമ്പോൾ ആദ്യത്തെ ഒരു സ്കാൻ ചെയ്യണം. എന്തിനാണ് ആ സ്കാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞ് ചിലപ്പോൾ വളരെ റെയർ ആയിട്ട് ട്യൂബിൽ വരാം, ചിലപ്പോൾ ഓവറിൽ പോയി കുഞ്ഞ് വരാം. അപ്പം യൂട്രസിൽ തന്നെ 1 കുട്ടിയാണോ 2 കുട്ടിയാണോ ആ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഒരു സ്കാൻ നമ്മൾ പറയാം. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും അംഗവൈകല്യങ്ങളുണ്ടോ, വേറെ എന്തെങ്കിലും ഈ നമ്മൾ ഈ ഡൗൺ സിൻഡ്രോം 5th മുമ്പേ ഉണ്ട്. 5th ഏറ്റവും വലിയ സ്കാൻ, അതാണ് അനോമലി സ്കാൻ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നത്. ഒരു 18 to 22 weeks. അതൊരു ഡീറ്റെയിൽഡ് സ്കാൻ ആണ്, ഒരു ½ hour എങ്കിലും എടുക്കും. ഇപ്പൊ 3rd month സ്കാൻ ഉണ്ട്, 11 to 14 weeks അല്ലെ 11 to 13 weeks ഇടയ്ക്ക്. അപ്പൊ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ ഇപ്പൊ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാര്യം നമ്മുടെ സ്കാൻ മെഷീനുകളും ആ ടെക്നോളജി എല്ലാം ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ആ കാണുന്ന ഒരു ക്ലാരിറ്റിയും ആ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ നമുക്ക് കുറേ കൂടെ നേരത്തെ തന്നെ ഇപ്പൊ പല കാര്യങ്ങളും പറ്റും. അപ്പം അത് കൂടാതെ ബ്ലഡ് ടെസ്റ്റുകളുണ്ട്, ആ പല കാര്യങ്ങളും നോക്കി പല കാര്യങ്ങളും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും.
അപ്പം ഐഡിയലി ഒരു ഏർലി സ്കാൻ, പിന്നെ ഈ പറയുന്ന 11 to 13 ഒരു NT സ്കാൻ, പിന്നെ ഒരു അനോമലി സ്കാൻ, പിന്നെ ഗ്രോത്ത് സ്കാൻ ഓരോ പേഷ്യന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് ചിലപ്പോൾ കുറച്ച് സ്കാനുകളുടെ എണ്ണം കൂടും. വേറെ നമുക്ക് ഇപ്പോൾ അബ്ഡമിനിലൊക്കെ നോക്കുമ്പോൾ ഗ്രോത്ത് ഒക്കെ ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ സ്കാനുകളുടെ എണ്ണം കുറയും. പക്ഷെ ഇതൊക്കെ ഇത്രയെങ്കിലും ബേസിക്കലി വേണം, ഇത്രയെങ്കിലും ചെയ്യണം. പിന്നെ ഓരോ ഇപ്പം ഫസ്റ്റ് ആദ്യത്തെ 3 മാസം നമ്മൾ ചിലപ്പോൾ കൊടുക്കുന്ന മരുന്നുകൾ വേറെ ആയിരിക്കും. പിന്നെ നമ്മൾ അയണും കാൽഷ്യത്തിലേക്ക് മാറും. അപ്പം അതിനെല്ലാം ഒരു ഡോക്ടറിന്റെ ഫോളോ അപ്പ് എപ്പോഴും ഉള്ളത് വളരെ വളരെ നല്ലതാണ്. കാര്യം നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ ചിലപ്പോൾ ഒരു ഗുളിക എടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ 2 ഗുളിക എടുത്തതുകൊണ്ടോ ആ കോംപ്ലിക്കേഷനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതൊന്നും എടുക്കാതെ ആ കോംപ്ലിക്കേഷൻസ് വരുമ്പോഴായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഡോക്ടറിന്റെ അടുത്തേക്ക് എത്തുക. ഇപ്പോൾ ഡോക്ടർ ഈ പറഞ്ഞുള്ള കാര്യം ഇപ്പം നിസ്സാരമായിട്ട് പ്രസവിച്ചു എന്നുള്ള ഈ പറഞ്ഞ ഒരു വിഭാഗത്തിനെ അറിയത്തില്ല. ഇതേപോലെ തന്നെ ഈ ഇൻവേർട്ടഡ് പൊസിഷനിൽ വരുന്ന കുട്ടികളൊക്കെ ഇല്ലേ, കുഞ്ഞിന്റെ പൊസിഷൻ ഇൻവേർട്ടഡ്, അപ്പോൾ ഒരു രീതിയിലും ആ സ്ത്രീക്ക് നോർമൽ ഡെലിവറി പറ്റില്ല എന്നുള്ള രീതിയിലുള്ളവരില്ലേ. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഇത്ര ലാഘവമായിട്ട് ഡെലിവറി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ കോംപ്ലിക്കേഷനിൽ. എനിക്ക് ആക്ച്വലി അഖിൽ മാരാറിന്റെ സ്റ്റേറ്റ്മെന്റിൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യം അതുകൂടെയാണ്. പുള്ളി എത്ര പറഞ്ഞാലും ഒരു ഇൻഫ്ലുവൻസർ അല്ലേ. പുള്ളി പറയുന്നതിന് വില കൊടുക്കുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഹെൽത്ത് സെക്ടറിൽ ഭയങ്കര ലീപ്സ് ആൻഡ് ബൗൺസ് ചെയ്തിട്ടുണ്ട്. അത് ഉള്ള കാര്യം തന്നെയാണ്. നമ്മുടെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, അതായത് ശിശു മരണ നിരക്കാണെങ്കിലും മാതാക്കളുടെ മരണനിരക്കൊക്കെ ആണെങ്കിലും ഇന്ത്യയിലെ തന്നെ ബെസ്റ്റാണ്. നമ്മൾ ലോക രാഷ്ട്രങ്ങളുമായിട്ട് കമ്പീറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ നമ്മുടെ ലെവൽസിനെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അതൊരു സൈഡിൽ. അപ്പുറത്തെ സൈഡിൽ ഈ അടുത്തായിട്ട് ഒരു പുതിയ കൂട്ടം ആൾക്കാർ വരുന്നുണ്ട്. അതായത് വീട്ടിൽ പ്രസവിച്ചാൽ എന്താണ്, ഹോം ബർത്ത്, ഇത് ഭയങ്കര ഒരു നാച്ചുറൽ പ്രോസസ് അല്ലേ, ഒരു ഫിസിയോളജിക്കൽ പ്രോസസ് അല്ലേ, പണ്ടുള്ളവർ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതല്ലേ, വീട്ടിൽ തന്നെ പ്രസവിക്കാം. അങ്ങനെ ഇപ്പൊ തന്നെ ഈ അടുത്ത് തന്നെ വീട്ടിൽ പ്രസവിച്ച ഒരു സ്ത്രീ മരിച്ചു. അങ്ങനെ ഒരുപാട് ന്യൂസുകൾ ഈ അടുത്ത് വരുന്നുണ്ട്, കേസ് വരെ വന്നു. അപ്പം അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇതിൽ രണ്ടിലും പെടാത്ത നടുക്ക് വിടുന്ന ഒരു കൂട്ടം ആൾക്കാർ കാണും. ഇതിൽ ഏതാണ് ശരി? ആശുപത്രി പോകുമ്പോൾ ചിലപ്പോൾ ഇത്രയും സ്കാൻ പറയുന്നു, ഇത്രയും ടെസ്റ്റുകൾ പറയുന്നു. ചിലപ്പോൾ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ ആയിരിക്കും, പക്ഷെ അവർക്കതൊരു പെട്ടെന്നൊരു ഭയങ്കര ഓവർവെൽമിംഗ് ആയി നിൽക്കുമ്പോഴായിരിക്കും ഇപ്പുറത്ത് കുറെ ഡേറ്റ ഇങ്ങനെ വരുന്നത്. വീട്ടിൽ പ്രസവിച്ചു, ഞാൻ എൻ്റെ പ്രസവം വീട്ടിൽ വെച്ച് നടത്തി, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന കുറെ ആൾക്കാർ. അപ്പൊ എന്ത് ചെയ്യണം, അല്ലെ ഇതിൽ ഏതാ ശരിയെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ കാണാം. അപ്പോഴാണ് അവർ ഈ അഖിൽ മാരാറിനെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടുള്ളതായിരിക്കും, അയാൾ വേറെ പറഞ്ഞത് ശരിയാണെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് പുള്ളി വന്നിട്ട് ഇതൊരു നാച്ചുറൽ കാര്യമല്ലേ, ഇത് എൻജോയ് ചെയ്ത് ഇങ്ങനെ പ്രസവിച്ചാൽ പോരെ എന്ന് പറയുമ്പോൾ അവർക്ക് എന്ത് തോന്നും? ഇത് തന്നെയല്ലേ ഞാനും ആലോചിച്ചോണ്ടിരുന്നത്. അപ്പൊ പിന്നെ എന്റെ പ്രസവം, എന്റെ വൈഫിന്റെ പ്രസവം അങ്ങ് വീട്ടിൽ വെച്ച് തന്നെ ആകാം എന്ന് തീരുമാനിക്കുന്ന ഒരാൾ അങ്ങനെ തീരുമാനിച്ചാൽ പോലും അത് ഡേഞ്ചറസ് അല്ലേ. അവിടെയാണ് ഈ നറേറ്റീവ് ഡേഞ്ചറസ് ആവുന്നത്. നമ്മൾ ഈ പുള്ളി പറയുന്ന ബാക്കി എല്ലാത്തിനും എതിർക്കുമ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് ചെയ്ത് പറയേണ്ടത് ഈ ഒരു കാര്യമാണ്. ഹോം ബർത്തുകൾ അല്ലെങ്കിൽ ഹോം ഡെലിവറികൾ ഇത് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തേക്കാം. അപ്പൊ പുള്ളി ഇപ്പോഴും പുള്ളി പറയുന്നത് തിരുത്തി പറയുന്നില്ല. ശരിയാണ്, പുള്ളിയുടെ മനസ്സിൽ പുള്ളി പറയുന്നത് ശരിയാവാം, പക്ഷേ അതിലെ ആ ഒരു അപകട സാധ്യത പുള്ളി മനസ്സിലാക്കുന്നില്ല. പുള്ളി തന്നെ പറയുന്നത് പുള്ളി എന്തോ മെഡിക്കൽ റെപ്പായിട്ട് കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്, മെഡിക്കൽ ഫീൽഡിലുണ്ട്. പുള്ളി ഫുൾ അങ്ങ് ഭയങ്കര ഫാർമ, എനിക്കൊന്ന് പുള്ളി ഫാർമ സീരീസ് കണ്ടിട്ട് അതിനെ പറ്റിയൊക്കെ പറയുന്നത് കേട്ടു. അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെയാണ്, എല്ലാം കൊമേഴ്ഷ്യലൈസ് ചെയ്യാണ്, സിസേറിയൻ. പുള്ളിയുടെ മനസ്സിൽ അങ്ങനെ കുറെ കൺസേൺസ് കാണാം. പക്ഷെ ഇത് കേട്ടിട്ട് ഹോസ്പിറ്റലിനെ കൂടുതൽ ഭയം വരാനും അല്ലെങ്കിൽ ഇത് കാരണം ഹോസ്പിറ്റലിൽ അവോയ്ഡ് ചെയ്യാനും സാധ്യതയുള്ള വലിയൊരു കൂട്ടം ആൾക്കാരുണ്ട്. അവർക്ക് ഇതൊരു റോങ് സൈഡിലേക്കുള്ള പുഷ് ആവും. അവിടെയാണ് ഇപ്പൊ ഈ ഒരു ഇൻവേർട്ടഡ് പൊസിഷനിലൊക്കെ ഉള്ള അമ്മമാർ ഇത് അറിയാതെ പോയി ഡെലിവറിക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം കോംപ്ലിക്കേഷൻസ് അല്ലേ വരാൻ പോകുന്നത്. ഡെഫിനറ്റ്ലി. നമ്മൾ കുഞ്ഞ് തിരിഞ്ഞു നിൽക്കുന്നതിന് നമ്മൾ ബ്രീച്ച് എന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ കുഞ്ഞിന്റെ തല താഴെയാണ് വരിക, കുഞ്ഞിന്റെ ബാക്ക് അല്ലെങ്കിൽ ചന്തിയുടെ ഭാഗം മുകളിലേക്കാണ് വരുന്നത്. അതാണ് ഏറ്റവും കോമൺ പൊസിഷൻ. പിന്നെ ചിലപ്പോൾ ചരിഞ്ഞ് കിടക്കുന്ന കുട്ടികൾ വരാം, ഇങ്ങനെ നേരെ ട്രാൻസ്വേഴ്സ് ആയിട്ട് കിടക്കാം. ചിലപ്പോൾ ഇങ്ങനെ കിടക്കുന്ന കുട്ടികൾ വരാം. ബ്രീച്ച്, ഇത് മൊത്തത്തിൽ തലതിരിഞ്ഞ് കിടക്കും. ബ്രീച്ചിനൊക്കെ നോർമലി പറ്റില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെക്കമെൻഡഡ് അല്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഒരു 2 പ്രസവമൊക്കെ കഴിഞ്ഞ ആള് ഭയങ്കര മോട്ടിവേറ്റഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ചില സെന്റേഴ്സിൽ ഒരുപാട് ഫുൾ കെയർ സെറ്റപ്പ് ഉള്ള സെന്ററുകളിൽ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ യൂഷ്വലി പ്രിഫർ ചെയ്യുക സിസേറിയൻ തന്നെയാണ്. അതാണ് പല കോംപ്ലിക്കേഷൻസും വരാം. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്കാൻ ചെയ്യുമോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണാതിരുന്ന നമ്മളിത് അറിയത്ത് പോലും ഇല്ല. അപ്പം കുഞ്ഞും അമ്മയുടെയും ജീവൻ അപകടമാണ്. പ്രസവവേദന വന്ന് കുറെ പ്രോഗ്രസ് ആവാതെ വരുമ്പോൾ നമ്മളീ പറയത്തില്ലേ ഹെഡ് ഡൗൺ ആണ് ഏറ്റവും ബെസ്റ്റ്. ഹെഡ് ഡൗണിൽ തന്നെ കുഞ്ഞ് ഇങ്ങനെ വേണം ഇരിക്കാൻ, കുഞ്ഞ് തല മടങ്ങിയിരിക്കണം. ചിലപ്പോൾ എന്ത് സംഭവിക്കും, തല താഴേക്കായിരിക്കും, പക്ഷെ കുഞ്ഞിന്റെ മുഖം ഇങ്ങനെ ആയിരിക്കും. അതായത് ഗർഭാശയ മുഖത്തിൽ അല്ലെ യോനിയെ ഫേസ് ചെയ്തിരിക്കുന്ന കുഞ്ഞിന്റെ ഈ ഭാഗമായിരിക്കും. അങ്ങനെ ഇരിക്കുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും ഇറങ്ങി വരാൻ പറ്റില്ല. അതാണ്. അപ്പം ചിലവർ പറയും ഞാൻ നാട്ടിലെ വൈറ്റായിട്ടേ കാണിച്ചു അല്ലെങ്കിൽ നാട്ടിലെ ആരെങ്കിലും കാണിച്ചു എന്ന് പറയും. അവർ നോക്കുമ്പോൾ ഹെഡ് താഴെയാന്ന് ചിലപ്പോൾ അവർക്ക് തോന്നിയേക്കാം, പക്ഷേ ഈ പൊസിഷനിൽ ഒരു ചേഞ്ച് വന്നാൽ പോലും കുട്ടിക്ക് ഇറങ്ങി വരാൻ പറ്റില്ല. അപ്പൊ ഇതിലെല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ന്യൂആൻസസ് ഉണ്ട്, മൈന്യൂട്ട് കാര്യങ്ങൾ. ഡെഫിനറ്റ്ലി.
അപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ഈ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കുറച്ചു, അല്ലെങ്കിൽ മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കുറച്ചു, അത് ഒരു ദിവസം കൊണ്ട് നടന്ന കാര്യമല്ല. വർഷങ്ങളുടെ പ്രയത്നം കൊണ്ടും ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും ഡോക്ടേഴ്സിൻ്റെ ആണെങ്കിലും ഹോസ്പിറ്റൽസിൻ്റെ, ഈവൻ ഇവിടുത്തെ ബ്യൂറോക്രസിയുടെ ആണെങ്കിലും ഇവരുടെ എല്ലാവരുടെയും ഒരു ജോയിൻറ്റ് എഫേർട്ട് കാരണമാണ് ഇത് ഇത്രയും കുറഞ്ഞു വന്നിരിക്കുന്നത്. അതിനെയും നിസ്സാരവൽക്കരിക്കുകയാണ് ഇങ്ങനത്തെ. എനിക്ക് ശരിക്കും ഡോക്ടർ, ഞാൻ ആദ്യം ഇത് കേട്ടപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചു ഈ ബ്രീച്ച് പൊസിഷനിലുള്ള, കാരണം എൻ്റെ മോള് പൊസിഷൻ വ്യത്യാസമായിരുന്നു. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. അപ്പോൾ നമ്മൾ ഡോക്ടറിനെ കണ്ടുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതിങ്ങനെയാണ്, എന്തായിരിക്കും ഇതിൻ്റെ ഫൈനൽ. അപ്പം ആ ഒരു അവയർനെസ് ഉള്ളതുകൊണ്ട് ഞാൻ ഈ പുള്ളി പറഞ്ഞപ്പോൾ ഇത് തന്നെ ഞാൻ ആലോചിച്ച്, ഇതറിയാതെ പോകുന്ന പണ്ടത്തെ കാലത്ത് എത്രയോ പേര് ഇങ്ങനെ മരിച്ചിട്ടുണ്ടാവും. ഡെഫിനറ്റ്ലി ഇതൊന്നും ആലോചിക്കാൻ നിസ്സാരമായിട്ടിരുന്ന് എൻജോയബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലം എന്ന് പറയുന്നതിനേക്കാളും നമുക്ക് ഈവൻ ഇപ്പോഴും നോർത്ത് ഇന്ത്യയിലെ പല റിമോട്ട് പ്ലേസസിലും ഇപ്പോഴും ആക്സസും ഇപ്പോഴും ഇതില്ലാത്ത ആൾക്കാരുണ്ട്. അത് ഇന്ത്യയിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും. അപ്പോൾ അവരിപ്പോഴും നമ്മളപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പ്രിവിലേജ്ഡ് ആണ്. നമുക്കൊരു ഡോക്ടറെ കാണണം എന്ന് വെച്ചാൽ നമുക്ക് പോയി കാണാൻ ഓപ്ഷൻസ് ആണ്. ഗവൺമെന്റിലെ ഓപ്ഷൻസ് ആണ്, പ്രൈവറ്റിലെ ഓപ്ഷൻസ് ആണ്. നമുക്ക് ഷോപ്പ് ചെയ്യാം. ഡോക്ടർ ഷോപ്പിംഗ് എന്ന് പറയുന്ന ഒരു ടേം തന്നെയുണ്ട്. സോ ദാറ്റ് ആ സെൻസിൽ നമ്മളൊക്കെ പ്രിവിലേജ്ഡ് ആണ്. അപ്പോഴാണ് ഇങ്ങനെ പ്രിവിലേജ്ഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ അൺനെസസറി ആയിട്ടുള്ള ടോക്സ് വരുന്നത്. ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരാളെ ഈ ഡോക്ടർ പറഞ്ഞ ഒരു പോയിന്റ് വളരെ വാലിഡ് ആണ്. ഒരാളെങ്കിലും ഇയാൾ പറഞ്ഞ ശരിയാണല്ലോ, നമ്മളും കേട്ടിട്ടുണ്ടല്ലോ ഗ്രാൻഡ് പേരൻസ്, എങ്കിൽ പിന്നെ അത് ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്രയും ഡേഞ്ചർ സൈഡ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഡോക്ടർ വേറൊരു കാര്യമല്ലേ, പോസ്റ്റ് പാർട്ടം. ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞത് 9 months കെയർ ചെയ്യേണ്ടതും അല്ലെങ്കിൽ ആ ഡെലിവറി ടൈമിലെ കോംപ്ലിക്കേഷൻസും. ഇനി ഇത് കഴിഞ്ഞിട്ട് പോസ്റ്റ് പാർട്ടം എന്നൊരു അവസ്ഥയുണ്ട്. അതിനെയും ഇപ്പം കുറച്ചൊക്കെ അവയർനെസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഒരു കൂട്ടം ആളുകൾ ഇപ്പം ചില അമ്മമാർ ഡെലിവറി കഴിഞ്ഞ് അവർക്ക് ഭയങ്കരമായ ഡിപ്രഷൻ ആ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നിസ്സാരമായിട്ട് ഞങ്ങൾ 5 കുട്ടികളുണ്ടായിരുന്നു, ഞങ്ങൾക്കൊന്നും ഇതില്ലായിരുന്നു, ഇപ്പോഴത്തെ പെൺകൊച്ചുങ്ങൾക്ക് മാത്രം എന്താ പോസ്റ്റ് പാർട്ടം, അതിനെ നിസ്സാരവൽക്കരിക്കുന്നതാണ്. അപ്പോൾ അതിനോട് എന്താണ് ഡോക്ടറിന് പറയാനുള്ളത്? അത് വളരെയധികം അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ടോപ്പിക് തന്നെയാണ്. പോസ്റ്റ്പാർട്ടം ബ്ലൂസ് എന്ന് നമ്മൾ പറയും, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ട്. ബ്ലൂസ് എന്ന് പറയുന്ന അത്ര സിവിയർ അല്ലാത്തൊരു വേർഷനും പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഒരു പ്രോപ്പർ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഡിസീസ് കണ്ടീഷൻ തന്നെയാണ്. അപ്പം നമ്മൾ പ്രഗ്നൻസി എന്ന് പറയുന്നത് വളരെയധികം ഹോർമോണൽ ചേഞ്ചസും ഒത്തിരി അധികം ബോഡി ഫിസിയോളജിക്കലി ആണെങ്കിലും അനാറ്റമിക്കലി ആണെങ്കിലും ഒക്കെ കുറേ വ്യത്യാസങ്ങൾ വരുന്നൊരു കണ്ടീഷനാണ്. ഇതെല്ലാം കഴിഞ്ഞ് കുഞ്ഞ് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ബോഡി പഴയ ഒരു എങ്ങനെയായിരുന്നു അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ നമ്മുടെ ന്യൂറോ കെമിക്കൽസിൻ്റെ ആണെങ്കിലും ബ്രെയിൻ കെമിസ്ട്രിയിലൊക്കെ ആണെങ്കിലും വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു പോസ്റ്റ്പാർട്ടം ബ്ലൂസ് അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണെന്നും വളരെയധികം അമ്മമാർക്ക്, എനിക്ക് തോന്നുന്നു കണക്കുകൾ പറയുന്നത് 1 in 5 എത്രത്തോളം അമ്മമാർക്ക് പോസ്റ്റ്പാർട്ടം ബ്ലൂസ് വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അപ്പോൾ ഇത് വരുന്നത് മാത്രമല്ല നമ്മുടെ നാട്ടിലെ പ്രശ്നം, ഇത് അക്നോളജ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതും കൂടെയാണ്. അപ്പോൾ ഒരു അമ്മയ്ക്ക് നമ്മൾ ഈ ഭയങ്കര ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്ത് ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ്, അമ്മയാകുന്നു, അത് ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും പറയുന്നു അമ്മയായല്ലോ ഇനിയും കുഞ്ഞിനോട് ഭയങ്കര ഇതാണല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ കുഞ്ഞ് വന്നു കഴിയുമ്പോൾ അമ്മയ്ക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഇമോഷൻസ് ആയിരിക്കും വരുന്നത്. ചിലപ്പോൾ കുഞ്ഞിനോട് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം തോന്നാം, ചിലപ്പം സ്വന്തമായിട്ട് ഭയങ്കര ദേഷ്യം തോന്നാം. ഒരു അമ്മ കുഞ്ഞിനെ കൊന്നു ഒരു കേസുണ്ട്, നമ്മുടെ കോവിഡ് സമയത്തായിരുന്നു അത്. അതായത് അവർക്ക് ഒട്ടും സഹിക്കാൻ, കുഞ്ഞിനെ ഇഷ്ടം തോന്നുന്നില്ല അതിനോട്. പക്ഷെ അതാണ് ഡോക്ടർ ഞാൻ പറഞ്ഞത്, ഈ അഡ്രസ്സ് ചെയ്യാത്തതിന്റെ പ്രശ്നം. അവരത് മീഡിയ വരെ വന്ന് പറഞ്ഞു, അവർക്ക് അവരുടെ കുഞ്ഞിനെ എല്ലാവരോടും അവർ പറഞ്ഞു, ഹെൽപ്പ് ചോദിച്ചു, ഒരുപാട് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സിൽ വരെ വിളിച്ചു പറഞ്ഞു എനിക്ക് കുഞ്ഞിനെ നോക്കാൻ പറ്റുന്നില്ല. പക്ഷെ അത് ആരും ഇത് പറഞ്ഞ പോലെ തോന്നല, സ്വന്തം കുഞ്ഞല്ലേ കുറച്ചു ദിവസം കയ്യിരിക്കുമ്പോൾ മാറിക്കോളും എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതിലേക്ക് വരെ എത്തി. പിന്നെ ഇപ്പൊ അവരും അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് അവര് സൂയിസൈഡ് ചെയ്തു എന്നാണ് ലേറ്റസ്റ്റ് ന്യൂസ് എനിക്കറിയാൻ. അപ്പൊ അത് അഡ്രസ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് അല്ല, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിൽ കുട്ടിയുടെ പാർട്ട്ണറിനും കുട്ടിയുടെ വീട്ടുകാർക്ക് മാത്രമല്ല കുട്ടിയെ കാണുന്ന ഡോക്ടറിനും റോളുണ്ട്. അപ്പം നമ്മൾ പ്രഗ്നന്റ് ആയി അപ്പോയിന്റ്മെന്റ്സിന് വരുമ്പോൾ ഐ യൂഷ്വലി മേക്ക് ഇറ്റ് എ പോയിന്റ് ടു എക്സ്പ്ലെയിൻ ഇറ്റ് ടു ദം. ലാസ്റ്റ് ട്രൈമസ്റ്റർ, അതായത് ഒരു 36 ആകുമ്പോൾ പാർട്ട്ണറോടുള്ള സമയത്ത് ഞാൻ പറയാറുണ്ട്, കുഞ്ഞ് വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ വരാം, അത് പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ നമുക്ക് സന്തോഷം തരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നേരത്തെ കണ്ടുപിടിക്കണം. പാർട്ട്ണറിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം അതാണ്. പിന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തായാലും വരണം, സംസാരിക്കണം എന്ന് ഞാൻ എൻ്റെ പേഷ്യൻസിനോട് പറയാറുണ്ട്. ഐ നോ എ ലോട്ട് ഓഫ് ഡോക്ടേഴ്സ് ഹു ഡു ദാറ്റ് ഓൾസോ. പക്ഷേ അവിടെയാണ് അത് അക്നോളജ് ചെയ്ത് അതിന് ഹെൽപ്പ് വേണ്ടതാണെന്ന് നമ്മൾ കൂടെ ഉള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അവിടെ നിന്നാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ എന്നാലേ അവർക്ക് ഈ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഓൾറെഡി അവർക്ക് ഇമോഷൻസ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എല്ലാവരും പറഞ്ഞു കുഞ്ഞു വന്നാൽ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത്
കുഞ്ഞിനോട് ചിലപ്പോൾ ദേഷ്യം തോന്നുന്നു, ഭർത്താവിനോട് ഭയങ്കര ദേഷ്യം തോന്നുന്നു. അപ്പോൾ അങ്ങനെ ദേഷ്യം തോന്നുമ്പം ഈ പുറമേ ഉള്ള ഒരു പ്രഷർ കാരണം ഗിൽറ്റും കൂടെ വരും. അപ്പോൾ ഇത് പുറത്ത് പറയാതാവും, അത് പിന്നെയും പിന്നെ അതൊരു ഒറ്റപ്പെടൽ പോലെ വരാം, അതിങ്ങനെ ഭയങ്കര വേഴ്സായി വരാം. അപ്പോൾ അതുകൊണ്ട് നേരത്തെ കൂടെ ഉള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കി ഐഡന്റിഫൈ ചെയ്ത് ബുദ്ധിമുട്ടുകൾ തോന്നുമ്പോൾ സീക്ക് ഹെൽപ്പ്. അതാണ് നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം. ഹെൽപ്പ് സീക്ക് ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ടീവായിട്ട് നിൽക്കുക എന്നുള്ളതാണ് പാർട്ട്നേഴ്സ് ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ കൂടുതൽ കാര്യം കൂടെ ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഫാദേഴ്സിലും വരാം. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അതെ അങ്ങനെ മദേഴ്സ് വരുന്നത്ര കോമൺ അല്ല, എന്നാലും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഫാദേഴ്സിലും വരാം. കാര്യം അവർക്കൊരു മൊത്തത്തിൽ ഒരു വീട്ടിലെ ഒരു ഷിഫ്റ്റ് അല്ലേ വരുന്നത്. കുഞ്ഞു വന്നു, അപ്പം പല റീസൺസ് ആവാം. ചിലപ്പോൾ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, ചിലപ്പോൾ സൈക്കോളജിക്കൽ ചേഞ്ചസ് കൊണ്ടും അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ഫാദേഴ്സും ചില സമയത്ത് ഇങ്ങനെ ഇമോഷണൽ ആൻഡ് മെന്റൽ ബുദ്ധിമുട്ടുകളിലൂടെ പോവാറുണ്ട്. അതും നോർമലാണ്. നമ്മുടെ നാട്ടിൽ ഓൾറെഡി ആണാണ്, അപ്പൊ അങ്ങനെ പാടില്ല. എക്സാക്ട്ലി. അപ്പൊ അവർക്കും ഗിൽറ്റാണ് ഇത് ഡീൽ ചെയ്യുക. അപ്പൊ അവർ ഭയങ്കര ആങ്കർ ഔട്ട് ബേഴ്സ് വരാം. അത് വൈഫിനും ബുദ്ധിമുട്ടാക്കാം, ഇഷ്യൂസ് ഉണ്ടാക്കാം. അപ്പം ഇതും നടക്കുന്ന ഒരു കാര്യമാണെന്ന് അറിയണം. അറിഞ്ഞാലല്ലേ അഡ്രസ് ചെയ്യാൻ പറ്റും. അപ്പം അവയർനെസ് നമ്മൾ പോലും ചിന്തിക്കാത്തൊരു തലം അങ്ങനെ ഉണ്ട്. ഇതിനെല്ലാം അവയർനെസ് ആണ് ആദ്യം വേണ്ടത്. അവയർനെസ്സിന് ശേഷം അത് സ്വന്തമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ അറിയണം. അക്സെപ്റ്റ് ചെയ്തിട്ട് കൂടെ ഉള്ളവർ അതിനെ സപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് അതിന് ഹെൽപ്പ് നേടുക എന്നുള്ളതാണ്. എല്ലാത്തിനും ഹെൽപ്പ് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ആ ഒരു സ്റ്റെപ്പ് വരെ നമ്മളെ എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ നമ്മൾ ഈ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ടൈമിൽ ഇപ്പൊ ഈ പഴയ ആളുകളുടെ കുറെ ഇങ്ങനത്തെ ഐഡിയാസ് വരുമല്ലോ. ഡോക്ടേഴ്സ് പറഞ്ഞാലും ഇപ്പൊ നമ്മൾ പ്രഗ്നന്റ് ആയിട്ടിരിക്കാൻ പറയുന്നതാണ്, നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞും കൂടെ ഉണ്ട്, 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കണം എന്നൊരു. അപ്പൊ അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? ഐഡിയലി അവർ ഉദ്ദേശിക്കുന്നത് കുറച്ചും കൂടെ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ 2 പേർക്ക് കഴിക്കുക എന്നുള്ളത് ഒരു ഭയങ്കര എക്സാജറേഷനാണ്. ഒന്നാമത്തെ കാര്യം, ആദ്യത്തെ 3 മാസം എന്ന് പറയുന്നത് എല്ലാവർക്കും അല്ല, കുറേ അധികം അമ്മമാർക്ക് ഭയങ്കര ഛർദിലും ഭയങ്കര നോസിയ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ കാണും. ഭക്ഷണം കഴിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആകെപ്പാടെ നോക്കുക വെയിറ്റ് ഒരുപാട് കുറയാതിരുന്നാൽ മാത്രം മതി എന്ന് ആദ്യത്തെ 3-4 മാസം. പിന്നെ നമ്മൾ അങ്ങോട്ട് പറയാറുണ്ട് കുറച്ചും കൂടെ കഴിക്കണം. കുറച്ചുകൂടെ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 200-300 കലോറി എക്സ്ട്രാ പെർ ഡേ. നമ്മുടെ യൂഷ്വൽ റിക്വയർമെന്റ് എന്താണോ അതിൽ നിന്ന് കുറച്ചും കൂടെ എക്സ്ട്രാ. കാര്യം കുഞ്ഞ് ജനിക്കുന്ന ഒരു കുഞ്ഞിന് എത്ര വെയിറ്റ് കാണും? 2.5-3 കിലോ. ആ മോസ്റ്റ് ഓഫ് ദ ഗ്രോത്ത് നടക്കുന്നത് അവസാനത്തെ 2-3 മാസമാണ്. ആ സമയത്ത് അതിനനുസരിച്ച് ന്യൂട്രീഷൻ സപ്പോർട്ട് കൊടുക്കണം. അങ്ങനെ അല്ലാതെ ഒരുപാട് ഫുഡ് എക്സ്ട്രാ കഴിക്കണമെന്ന് ഒരിക്കലും ഇല്ല. ശരിക്കും ഡോക്ടർ, ഒരുപാട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞിന് വെയിറ്റ് കൂടുന്ന ഒരു ലൈക്ക് പിന്നെ നോർമൽ ഡെലിവറി പോസിബിൾ ആവാതെ അങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷനിലേക്ക് ചിലപ്പോൾ വരാം. അപ്പം ചിലവർ ഡയബറ്റീസിനൊക്കെ പ്രോൺ ആയിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ അങ്ങനെ ഡയറ്റ് ഒന്നും നോക്കാതെ ഒരുപാട് കഴിച്ചാൽ ഓവർ വെയിറ്റ് ആവാനും അത് ലേബർ പ്രോസസ്സിനെയൊക്കെ അഫക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ആക്ച്വലി നിങ്ങളുടെ കാണുന്ന ഡോക്ടറോട് ചോദിച്ചാൽ ഡോക്ടർ വിൽ ഹെൽപ്പ് യു ഔട്ട്. നമ്മുടെ പ്രീ പ്രഗ്നൻസി വെയിറ്റ് എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ എന്തോരം വെയിറ്റ് ഗെയിൻ ചെയ്യണം. നമ്മുടെ പ്രീ പ്രഗ്നൻസി BMI ഒക്കെ നോക്കിയിട്ട് ഓക്കെ ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് വെയിറ്റ് ഗെയിൻ വേണ്ടതെന്ന് ഡോക്ടർ പറഞ്ഞു തരും. അതിനനുസരിച്ചിട്ട് നമ്മൾ വെയിറ്റ് കൂട്ടിയാൽ മതി. ഇതിന്റെ അപ്പുറത്തൊരു സൈഡുണ്ട്. ഡെലിവറിക്ക് ശേഷം മിക്ക മദേഴ്സും പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാനൊരു ശ്രമത്തിലേക്ക് പോകും. പക്ഷെ ഐഡിയലി നമ്മളൊന്ന് ആലോചിച്ചാൽ തന്നെ മതി, കുഞ്ഞ് വയറ്റിൽ കിടക്കുമ്പോൾ കുഞ്ഞിന് 2.5-3 കിലോ ഉള്ളൂ. ഈ കുഞ്ഞ് പുറത്ത് വന്നിട്ട് 6 മാസം വരെ കുഞ്ഞിന്റെ ഫുഡ് എന്ന് പറയുന്നത് ബ്രസ്റ്റ് മിൽക്കാണ്. അതായത് 6 മന്ത്സ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്. ആ ഒരു 2.5 കിലോയിൽ നിന്ന് അതിന്റെ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ ആവേണ്ട വെയിറ്റ് വരുന്ന മൊത്തം ബ്രസ്റ്റ് മിൽക്കിൽ നിന്ന്. ആ സമയത്താണ് ശരിക്കും നല്ലപോലെ കാലറീസ് വേണ്ടത്. അപ്പൊ ആ സമയത്ത് ഡയറ്റിങ്ങിന് പോകും. അങ്ങനെ അത് അവിടെ ഒരു ഫോളി പലർക്കും പറ്റാറുണ്ട്. നമ്മൾ ആ സമയത്ത് ഒരു എക്സ്ട്രാ 300-400 കാലറീസ് എക്സ്ട്രാ എടുക്കണം. കാര്യം ബ്രസ്റ്റ് മിൽക്കിൽ നിന്ന് മാത്രമാണ് കുഞ്ഞിന്റെ ന്യൂട്രീഷൻ. പുറത്ത് വന്നിട്ടുള്ള 6 മാസമാണ് ശരിക്കും നമ്മൾ കൃത്യമായി ഭക്ഷണം കഴിക്കേണ്ടത്. പ്രഗ്നൻസിയിൽ ശ്രദ്ധിക്കണം. പക്ഷെ പോസ്റ്റ് പാർട്ടം നമ്മൾ ക്രാഷ് ഡയറ്റിലേക്ക് പോവാതെ ആ സമയത്ത് കോൺഷ്യസ് ആയി കുഞ്ഞിനും കൂടെ വേണ്ടിയാണ് കഴിക്കുന്നതെന്ന് ഓർത്ത് വേണം കഴിക്കാൻ. പിന്നെ കുഞ്ഞിന് ബാക്കി ഫുഡ്സ് തുടങ്ങുന്നതിനനുസരിച്ച് നമ്മുടെ ഡയറ്റും കുറച്ചും കൂടെ ഒക്കെ പിടിച്ച് നമുക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ പോകാം. പിന്നെ അതേപോലെ ഡോക്ടർ, ഇപ്പം ഈ കുഞ്ഞുങ്ങളുടെ വാക്സിനേഷൻ ഇപ്പം നമ്മൾ ഒത്തിരി അഡ്വാൻസ്ഡ് ആണ്. നമുക്കൊക്കെ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു വാക്സിനേഷൻ ചാർട്ട് തന്നെ ഉണ്ടാവും ഏജ് വൈസ്. നമ്മളത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു 80-85% ആളുകൾ ഇപ്പം അങ്ങനെയാണ്. പക്ഷെ എന്നാൽ പോലും ഇതിനെ എല്ലാം ഒന്നും എടുക്കണ്ട, ഞങ്ങളുടെ കാലത്തൊന്നും എടുത്തിട്ടില്ല, അല്ലെങ്കിൽ വാക്സിനേഷനോടൊരു ഒരു നെഗറ്റീവ് വേണ്ടാത്തൊരു കാര്യമായിട്ട് കാണുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതിലൊരു അവയർനെസ് എന്താ പറയാനുള്ളത്? ഞാൻ വാക്സിൻ എല്ലാം എടുക്കണമെന്ന് 100% പറയുന്ന ഒരാളാണ് എപ്പോഴും. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ബർത്ത് വില്ലേജിൽ കുറേ ആൾക്കാർ വാക്സിൻ എടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ വരുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിൽ പേരൻസിന്റെ ചോയ്സ് ആണ്, അവർക്ക് എടുക്കേണ്ടതെന്നാണെങ്കിൽ കമ്പൽസറി ആയിട്ട് എടുപ്പിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ഐഡിയലി യു ആർ സപ്പോസ് ടു ടേക്ക്. ശരിക്കും എടുക്കണം എന്നാണ്.